ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് സ്നാക്സ് ബോക്സിൽ എളുപ്പം വെക്കാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ കോൺ, സ്വീറ്റ് കോൺ. അപ്പോൾ 2 ഉണ്ട്, എനിക്ക് ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒന്നിൻ്റെ പകുതിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അതിനെ കഴുകുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം എനിക്കത് പകുതി മതി, അപ്പോൾ അതിനെ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കോൺ. അപ്പോൾ ഇതിനെ പകുതിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പകുതിയാക്കി അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. 2 പീസാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുക്കുകയാണ്. ഇതിനെ എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം ഇതിനെ വേവിച്ചെടുക്കുക എന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ വേവിക്കേണ്ടതുണ്ട്. അതിനായിട്ട് സ്റ്റൗവിൽ കുറച്ച് വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുക. അതിനുശേഷം ഇഡ്ഡലി തട്ട് വയ്ക്കുക. ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ ഈ കോൺ വയ്ക്കുക, പകുതി കോൺ. അതിനുശേഷം നന്നായിട്ട് ആവിയേറ്റി വേവിക്കുക, അടച്ച് വെച്ച്. ഇതിനാവശ്യമായിട്ടുള്ള 2 സാധനങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഒന്ന് നെയ്യും, ഒന്ന് ഉപ്പും നെയ്യും. അപ്പം ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട്, ഉപ്പിൻ്റെ ആവശ്യത്തിന് മാത്രം മതി, ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് 5, 10, 15 എത്ര മിനിറ്റ് വേണമെങ്കിലും നമുക്കിത് വെക്കാം. സമയമില്ലെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സമയം കൂടുതലും വെക്കും തോറും അത്രയും ടേസ്റ്റ് വരും. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തൊരു കമ്പിയിൽ കൊരുത്തതിന് ശേഷം നമ്മുടെ സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ വെച്ച് ഇതിനെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന പോലെ ചെയ്യുകയാണ്. കമ്പിയിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് മാക്സിമമാണ്. അതിനകത്ത് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിന് ശേഷം ഞാനൊരു കത്തി എടുത്ത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മളിതുപോലെ മാറ്റി ഇതിന് ശേഷം എരിവ് ആവശ്യമാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഉപ്പിനോടൊപ്പം മുളക് ചേർക്കാം. പക്ഷേ കുട്ടികൾക്ക് എരിവ് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് 2 മാത്രം മതി. ഉപ്പും നെയ്യും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.